ഒപ്പം തന്നെ ഞങ്ങളെ രാഖി സർ എത്തിയിരിക്കുന്നത്, കൂടാതെ ഞങ്ങളുടെ ഫിലിം ചേംബറിനെ റെപ്രസെന്റ് ചെയ്ത് ഫിയോക്കിനെ റെപ്രസെന്റ് ചെയ്ത സോണി തോമസ് സാറുമുണ്ട്. സോ യെസ്, സുരേഷ് കുമാർ സർ, ഈ ഒരു മൊമെന്റിൽ എന്താണ് ഷെയർ ചെയ്യാനുള്ളത്? എല്ലാവർക്കും നമസ്കാരം. ഞാൻ വന്നപ്പോൾ ലേറ്റായി. ഞങ്ങൾ തിരുവനന്തപുരത്ത് നിന്ന് വരെയാണ് മറ്റേ വന്ദേ ഭാരതിന് വന്നിറങ്ങി ഇവിടെ എത്തിയപ്പോൾ താമസിച്ചത്. അപ്പോൾ അതുകൊണ്ട് ബാക്കി പാട്ട് കാണാൻ പറ്റില്ല. ഈ പാട്ട് കണ്ടു, വളരെ ഇഷ്ടപ്പെട്ടു. അപ്പം നേരെ അടുത്ത പാടലും തുടങ്ങി. കൊള്ളാം, നല്ല പരിപാടി. ഉണ്ണികൃഷ്ണൻ നന്നായിരിക്കുന്നു. ഈ പാട്ട് നല്ല രസമുണ്ട്. അപ്പോൾ ഞാൻ വിജയേട്ടന് ഞാനുമായിട്ടുള്ള ബന്ധം എന്ന് പറയുന്നത് എത്രയോ കൊല്ലമായിട്ടുള്ളതാണ്. എനിക്കൊന്നൊരു 30-35 കൊല്ലത്തെ പഴക്കമുണ്ട് ഞങ്ങൾ തമ്മിലുള്ള ബന്ധം. അദ്ദേഹം ഈസ്റ്റ് കോസ്റ്റ് അവിടുത്തെ നമ്മുടെ പ്രോഗ്രാംസ് ഒക്കെ ചെയ്യുന്ന സമയം പോലുള്ള ബന്ധമാണ്. അപ്പം വിജയേട്ടൻ വിളിച്ചുകൊണ്ട് മാത്രമാണ് ഇന്നിവിടെ ഇതിനു വേണ്ടിയിട്ട് വന്നത്. ഞാനെൻ്റെ ആവേശത്തിൽ തിരുവനന്തപുരത്ത് നിന്ന് വരികയാണ്. എന്തായാലും ഇതൊരു നല്ലൊരു എൻ്റർടൈനറാണെന്ന് ഉള്ള ഒരു ഫ്ലേവർ അതിൻ്റെ ഇത് കാണുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നുണ്ട്. എന്തായാലും നല്ലൊരു ഗംഭീര ഹിറ്റാവട്ടെ. വിജയേട്ടൻ്റെ ഡയറക്ഷൻ കുറേ പടങ്ങളായി. അപ്പം എല്ലാ പടങ്ങളും വ്യത്യസ്തമായ രീതിയിലാണ് വിജയേട്ടൻ ചെയ്യുന്നത്. എന്തായാലും ഇത് നല്ലൊരു എൻ്റർടൈനറാവട്ടെ. എല്ലാ വിജയവും ആശംസിക്കുന്നു എല്ലാവർക്കും. നിങ്ങളുടെ എല്ലാ ഹോൾ ടീമിന് എല്ലാ വിജയവും ആശംസിക്കുന്നു. താങ്ക് യു. എല്ലാവർക്കും നമസ്കാരം. നിരവധി വർഷങ്ങളായിട്ട് സംഗീത രംഗത്തും സിനിമാ രംഗത്തും നിൽക്കുന്ന ആളാണ് വിജയേട്ടൻ. അദ്ദേഹം ഇപ്പോൾ 4-5 സിനിമയായി സംവിധാനം ചെയ്യുന്നു. ഭീഷ്മർ എന്ന പേര് പോലെ തന്നെ ശക്തവും ആയ ഒരു സിനിമയായിരിക്കും ഇതെന്നുള്ള കാര്യത്തിൽ ഇതിൻ്റെ സോങ്ങൊക്കെ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും. ഇതിൽ വർക്ക് ചെയ്ത എല്ലാവർക്കും വിജയാശംസകൾ നേരുന്നു. എല്ലാവർക്കും നമസ്കാരം. 6 മണിക്ക് തന്നെ എത്തണമെന്ന് വിചാരിച്ചതാണ്. സുരേഷ് ഏട്ടൻ്റെ ആവശ്യമായിട്ടും വരാൻ ലേറ്റ് ആയതുകൊണ്ടാണ് നമ്മൾ ലേറ്റ് ആയത്. എന്തായാലും സാധാരണ വിജയൻ്റെ സിനിമയുടെ എല്ലാ സിനിമകളും അതിലെ പാട്ടുകളൊക്കെ സൂപ്പർ ഡൂപ്പർ ഹിറ്റായിരിക്കും. അപ്പോൾ അതിനേക്കാളും വ്യത്യസ്തമായി അതിൽ അഭിനയിക്കുന്നവരൊക്കെ കൊണ്ട് പാടിപ്പിച്ചുകൊണ്ട് ഒരു നല്ല സിനിമ. ഈ അടുത്ത കാലങ്ങളായിട്ട് സിനിമ തിയേറ്ററിലൊക്കെ കളക്ഷൻ തീരെ മോശമാണ്. വളരെ പ്രതീക്ഷയോടുകൂടിയാണ് ഈ സിനിമയെ നമ്മളെല്ലാവരും കാത്തിരിക്കുന്നത്. പ്രേക്ഷകർ ഇത് ഏറ്റെടുക്കട്ടെ, ഒരു ഗംഭീര വിജയമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. താങ്ക് യു സോ മച്ച്. നമ്മുടെ ക്ഷണം സ്വീകരിച്ച് ഇന്നിവിടെ എത്തിച്ചേർന്നതിന് ഹൃദയത്തിന്റെ ഭാഷയിൽ ഒരു വലിയ നന്ദി അറിയിച്ചുകൊണ്ടാണ് ഞങ്ങളുടെ 3 ടെക്നിറ്ററീസിനെയും തിരിച്ച് ഞങ്ങളുടെ സീറ്റിലേക്ക് ക്ഷണിക്കുന്നത്. താങ്ക് യു സോ മച്ച് സർ. മൂവിംഗ് ഓൺ, ഞങ്ങളുടെ ഇന്നത്തെ ഭീഷ്മർ എന്ന ചിത്രത്തിലെ മ്യൂസിക് സെക്ഷൻ കൈകാര്യം ചെയ്തിരിക്കുന്ന 4 പേരെ ഞാൻ ഈ വേദിയിലേക്ക് ഇൻവൈറ്റ് ചെയ്യുകയാണ്. ഞങ്ങളുടെ മ്യൂസിക്കിന്റെ ക്രിയേറ്റേഴ്സ് കൂടിയാണ്. ആദ്യം തന്നെ വേദിയിലേക്ക് നിറഞ്ഞ കൈയ്യടി നൽകിക്കൊണ്ട് സ്വാഗതം ചെയ്യുന്നു രഞ്ജിൻ രാജ്, ഞങ്ങളുടെ മ്യൂസിക് കമ്പോസർ. ഒപ്പം തന്നെ ഞങ്ങളുടെ ബാക്ക്ഗ്രൗണ്ട് സ്കോറും കൈകാര്യം ചെയ്തിരിക്കുന്ന രഞ്ജിൻ രാജ്. ഞങ്ങളുടെ 2 ഗാനങ്ങൾ രചിച്ചിരിക്കുന്ന ഹരിനാരായണൻ. ഒപ്പം തന്നെ ബാക്കിയുള്ള 2 ഗാനങ്ങൾ എഴുതിയിരിക്കുന്ന സന്തോഷ് വർമ്മ സർ. ഒപ്പം തന്നെ ഞങ്ങളുടെ ഇന്നത്തെ ഗായികയായ 2 ഗാനങ്ങൾ ആലപിച്ച ഭീഷ്മർ എന്ന ചിത്രത്തിലെ 2 ഗാനങ്ങൾ ആലപിച്ച അനില രാജീവ്. ഇവർ ഇത്രയും ഞങ്ങളിതാ വേദിയിലേക്ക് ഇൻവൈറ്റ് ചെയ്യാണ്. രഞ്ജിൻ രാജ് ഞങ്ങളുടെ അഭിമാനമായി മാറിക്കഴിഞ്ഞിരിക്കുന്നു. രഞ്ജിൻ, ഞങ്ങൾ 2 സോങ് കണ്ടു കഴിഞ്ഞു. ഭീഷ്മറിന്റെ ഭയങ്കരമായിട്ടുള്ളൊരു റിയാക്ഷൻ ആണ് കിട്ടുന്നത്. സോ എന്താണ് പറയാനുള്ളത്? താങ്ക് യു സോ മച്ച് എല്ലാവരോടും. ആദ്യം തന്നെ നിങ്ങളെല്ലാവരെയും പോലെ ഈസ്റ്റ് കോസ്റ്റിൻ്റെ ഗാനങ്ങൾ കേട്ട് വളർന്ന ഒരു ചൈൽഡ്ഹുഡ് തന്നെയാണ് എൻ്റെ. ഞാൻ പറയാറുണ്ട് സാറിനെ കൊണ്ട് ഇന്നിണക്കിളിയുടെ എന്ന സോങ് ഞാൻ പല വേദികളിലും കോമ്പറ്റീഷനൊക്കെ പാടിയിട്ടുണ്ട്, പണ്ട് ലൈറ്റ് മ്യൂസിക് പാടുന്ന സമയത്ത്. അതുകൊണ്ട് തന്നെ ആ ഒരു കാലം തൊട്ട് എൻ്റെ ചെറുപ്പം തൊട്ട് പാടി തുടങ്ങുന്ന സമയം തൊട്ട് പാടാറുള്ള പാട്ടുകൾ ഈസ്റ്റ് കോസ്റ്റിൻ്റെ പല പാട്ടുകളുണ്ട്. അപ്പോൾ ആ ചെറുപ്പം തൊട്ട് തന്നെ മ്യൂസിക്കിന് ഇത്രയും പ്രാധാന്യമുള്ള ഒരു ഓഡിയോ കമ്പനി എന്നുള്ള രീതിയിൽ ഞാനിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കും. അപ്പോൾ ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ല അദ്ദേഹത്തിൻ്റെ പടം ചെയ്യാൻ പറ്റുന്നോ, സിനിമ ചെയ്യാൻ പറ്റുമോ ചിന്തിച്ചിട്ടില്ല. ഇന്ന് സാറും സംവിധാനം ചെയ്ത അല്ലെങ്കിൽ സാർ പ്രൊഡ്യൂസ് ചെയ്ത 3 സിനിമകൾ കണ്ടിന്യൂസ്ലി എനിക്ക് മ്യൂസിക് ചെയ്യാൻ പറ്റി. കളനും ഭഗവതിയും ചിത്തിനി ആൻഡ് ദിസ് വൺ ഭീഷ്മർ. 3നും മ്യൂസിക്കിന് അത്രയും പ്രാധാന്യമുണ്ട്. പിന്നെ ഏറ്റവും എനിക്ക് അഭിമാനം പറഞ്ഞാൽ സാറ് കണ്ടിന്യൂസ്ലി 3 പടത്തിൽ വെക്കണമെങ്കിൽ എന്തായാലും സാറിന് അത്രയും മ്യൂസിക് സെൻസുള്ള ഒരു വ്യക്തിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ സാറായിട്ട് കണക്ട് ചെയ്ത് വർക്ക് ചെയ്യാൻ പറ്റി, സാറിനത് ഇഷ്ടപ്പെടാനുള്ളൊരു അവസരം എനിക്ക് ഉണ്ടാക്കാൻ പറ്റിയെന്നും കൂടെ ഞാൻ വളരെ അഭിമാനത്തോടെ ചിന്തിക്കാറുണ്ട്. അപ്പോൾ അതെനിക്ക് വളരെ ഊർജവും മുന്നോട്ടുള്ള എൻ്റെ ജേണിയിൽ ഒരുപാട് ഒരു മോട്ടിവേഷനും ഒക്കെയാണ് സാറുടെ സപ്പോർട്ട് എന്ന് പറയുന്നത്. ഈ സാർ ഇപ്പോൾ ധ്യാൻ ചേട്ടനൊക്കെ പറഞ്ഞ പോലെ തന്നെ സാർ ഇപ്പോൾ മാഷ് എന്ന പ്രിൻസിപ്പൾ വാട്ട് എവർ എന്നെ ഡിസിപ്ലിൻ
ഇപ്പോഴും സാറ് ഞാൻ ഡിസിപ്ലിൻഡ് അല്ല എന്ന് പറയുന്ന ആളാണ് എൻ്റെ ടൈമിങ്ങിന്. പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഡിസിപ്ലിൻഡ് ആയിട്ട് എൻ്റെ ഒരു ലൈഫ് സ്റ്റൈൽ കൊണ്ടുപോകുന്നതിൽ ഇപ്പോൾ ഞാൻ വളരെ ഹാപ്പിയാണ്. അത് സാറ് വലിയൊരു പാർട്ടാണ് അതിൽ. കാരണം സാർ അത്രയധികം നമ്മളെ പഠിപ്പിക്കും, സമയത്തിനെത്തുക, സമയത്തിന് തീർക്കുക, സമയത്തിന് പാട്ട് കമ്പോസ് ചെയ്ത് തീർക്കുക, BGM ആണെങ്കിലും. ഈ പടം എന്ന് പറയുന്നത് ഭീഷ്മർ മ്യൂസിക്കിന് ഒരുപാട് പ്രാധാന്യമുള്ള സിനിമയാണ്. ഇപ്പോൾ കേട്ട ഈ 2 പാട്ടുകൾ കൂടാതെ ഇനിയും പാട്ടുകളുണ്ട്. പിന്നെ അതിനും അപ്പുറം ബാക്ക്ഗ്രൗണ്ട് സ്കോറിന് അത്യാവശ്യം വളരെ സ്പേസ് ഉള്ളൊരു മൂവിയായിരുന്നു. കാരണം സ്കോറിങ് ഇങ്ങനെ പൊക്കൊണ്ടേയിരിക്കണം, വളരെ ഡൈനാമിക്സ് ഇങ്ങനെ മാറി കയറിയും ഇറങ്ങിക്കൊണ്ടിരിക്കുന്ന പടമാണ്. എൻ്റെ കൂടെ ഒരു നല്ലൊരു ടീം വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് എല്ലാവരും വിളിച്ചിരുന്നു, പലരും എത്തിയിട്ട് ഗ്ലാഡി എത്തിയിട്ടുണ്ട്. ഗ്ലാഡിയൊക്കെ എൻ്റെ പ്രോഗ്രാമറായിട്ട് വർക്ക് ചെയ്തു ഈ പടത്തിൽ. ബി ഉണ്ടായിരുന്നു, ബി ടോം സിറിയക്, മിഥുനാനന്ദ് മിക്സിംഗ് വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു, സഞ്ജിത്ത് വന്നിട്ടുണ്ട്. ഒക്കെ എൻ്റെ കൂടെ ഒറ്റക്കെട്ടായിട്ട് എൻ്റെ ടെക്നിക്കൽ ടീമായിട്ട് വർക്ക് ചെയ്ത ആൾക്കാരാണ്. അവരോട് എല്ലാവരോടും നന്ദി പറയുന്നു. എല്ലാത്തിലുപരി ഹരിനാരായണൻ ചേട്ടൻ, എനിക്ക് തോന്നുന്നു സാറുടെ ഫിലിമിൽ ആദ്യമായിട്ടാണ് ഹരിയേട്ടൻ എഴുതുന്നത്. ഇതിനു മുന്നേ സന്തോഷമായിട്ടാണ് ഈസ്റ്റ് കോസ്റ്റ് വിജയൻ സാറിൻ്റെ അടുത്തേക്ക് എന്നെ ആദ്യമായിട്ട് കൊണ്ടുപോകുന്നതും ഒരു സൗഹൃദം ഉണ്ടാക്കുന്നതും ആ മ്യൂസിക്കൽ സ്പേസ് ക്രിയേറ്റ് ചെയ്തതെന്ന് ഒരു കാരണം സന്തോഷമായിട്ടാണ് എന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്തത് സാറായിട്ട്. പിന്നെ ഹരിയേട്ടൻ്റെ കൂടെ ഈ പടത്തിൽ 2 പാട്ടിലാണ് ഞാൻ വർക്ക് ചെയ്തത്. ഒന്ന് പ്രാവി എന്ന് പറഞ്ഞ് ഇപ്പം നിങ്ങൾ കേട്ട സോങ്, അത് പാടിയത് വിനീതേട്ടനും അനില രാജീവുമാണ്. ഇനി ഒരു സോങ് ഇത്തിരി പോകുന്നൊരു എന്ന് പറഞ്ഞിട്ട് വളരെ റൊമാൻറ്റിക് ആയിട്ടൊരു സോങ് ഉണ്ട്. അത് വാലന്റൈൻസ് ഡേയിലേക്ക് ഞങ്ങൾ അതിൻ്റെ ചെറിയൊരു ടീസർ പോലെ സോങ് ടീസർ വിട്ടിട്ടുണ്ടായിരുന്നു. അത് പാടിയതും അനിലയാണ്. അനില എന്തുകൊണ്ട് ചൂസ് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, അനില ഇപ്പം നിങ്ങൾ എല്ലാവരും കേട്ട തുടരും പോലെയുള്ള പടത്തിലെ പേമാരി പോലെയുള്ള സോങ്ങും ദുപ്പട്ട വാരി പോലെയുള്ള സോങ്ങും അല്ലെങ്കിൽ കിളിയെ ഏറമ്പിലെ കിളിയെ എന്ന് പറഞ്ഞ സോങ് ഒക്കെ അനില പാടിയിട്ടുണ്ട്. പക്ഷെ എനിക്ക് തോന്നുന്നില്ല അത് എല്ലാവർക്കും അറിയും അനിലയാണ് പാടിയെന്നുള്ള കാര്യം എല്ലാവർക്കും അറിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷെ അനിലയുടെ വോയിസിൻ്റെ ഒരു റേഞ്ചിൻ്റെ ഒരു ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ വളരെ ബേസ് ആയിട്ടുള്ള ഒരു ശബ്ദം, അറ്റ് ദ സെയിം ടൈം അതേ ഒക്ടേവിന്റെ ഹൈ ഈക്വലി സെയിം ക്വാളിറ്റിയിൽ പാടാൻ പറ്റുന്ന ഒരു ഗായികയാണ് അനില. അതാണ് അനില ഈ സിനിമയിലെ പാട്ടുകളിൽ വരാനുള്ള കാരണം. അതുപോലെ വിനീതേട്ടൻ, ധ്യാൻ ചേട്ടൻ പാടി, താങ്ക് യു. നിങ്ങളെല്ലാവരും ഗംഭീരമായിട്ട് പാടി. താങ്ക് യു സോ മച്ച് വിഷ്ണു, എവ്രി വൺ. ഞാൻ ഹരിയേട്ടന് കൊടുക്കുകയാണ്. താങ്ക് യു സർ. ഒരു റിക്വസ്റ്റ് ഉണ്ട്, കാരണം ഞങ്ങളുടെ ഭീഷ്മറിന്റെ മ്യൂസിക് ടീം കംപ്ലീറ്റ് ആവണമെങ്കിൽ ഇന്ന് റിലീസ് ചെയ്യുന്നില്ല എങ്കിൽ കൂടി ഞങ്ങളുടെ ഒരു ഗാനം ഞങ്ങൾക്ക് വേണ്ടി ചെയ്ത OM കരുവാരക്കുണ്ട് സാറിനെ കൂടി ഞാൻ ഈ വേദിയിലേക്ക് ഒന്ന് ക്ഷണിക്കുകയാണ്. ഇന്ന് ആ സോങ് ഞങ്ങൾ റിലീസ് ചെയ്യുന്നില്ലെങ്കിലും അദ്ദേഹം ഇന്ന് ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. അദ്ദേഹത്തെ മേടയിലേക്ക് ഇവിടെ ഇതാ ക്ഷണിക്കുകയാണ്. ഞങ്ങളുടെ ഭീഷ്മറിന്റെ മ്യൂസിക് ടീമാണ് ഇവിടെ നിൽക്കുന്നത്. യെസ്, സന്തോഷ് സർ പ്ലീസ്. എല്ലാവർക്കും നമസ്കാരം. പതിവ് പോലെ ഈസ്റ്റ് കോസ്റ്റിൻ്റെ വർക്കുകളിൽ ഒരുപാട് കാലമായിട്ട് തുടർച്ചയായിട്ട് കൂടെയുള്ള ഒരാളാണ് ഞാൻ. അപ്പോൾ ഈ സിനിമയിലും അങ്ങനെ 2 ഗാനങ്ങൾ എഴുതി. ഇപ്പോൾ തൊട്ട് മുൻപ് കേട്ട കാട്ടുപുലി എന്ന് പറയുന്ന പാട്ട്, ഈ പാട്ടിനെ കുറിച്ച് ഓർക്കുമ്പോൾ തന്നെ ഭയങ്കര രസകരമായ സംഭവമാണ്. ഈ പാട്ട് റെഡി ആവാൻ വെച്ചിട്ട് വിജയൻ സാറ് വിളിച്ചിട്ട് രഞ്ജിനത്തെ ട്യൂണിടാൻ പറയും. രഞ്ജിൻ ട്യൂണിടില്ല, എന്നോട് എഴുതാൻ പറയും. ഞാൻ എഴുതില്ല. നീ ആദ്യം ട്യൂണിട്, ഞാൻ 2ാമത് എഴുത് എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഉഴപ്പി അവസാനം ഒരു ദിവസം ഞാൻ സാറിൻ്റെ അടുത്ത് പോയി. അങ്ങനെ പെട്ടെന്ന് ഞാൻ എഴുതിയ ശേഷം ആണ് രഞ്ജിൻ ഈ പാട്ട് ട്യൂൺ ചെയ്യുന്നത്. എനിക്ക് പെട്ടെന്ന് ഭയങ്കര രസകരമായിട്ട് എഴുതാൻ പറ്റിയൊരു പാട്ടായിരുന്നു ഈ പാട്ട്. അപ്പോൾ അതിനേക്കാൾ ഉപരി എൻ്റെ സന്തോഷം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ മലയാളത്തില് ഒരുപാട് താരങ്ങൾ എൻ്റെ പാട്ട് പാടിയിട്ടുണ്ട്. അത് ആരൊക്കെയാന്ന് ചോദിച്ചാൽ എണ്ണമറ്റ ഈ താരങ്ങൾ ഒരുപാട് പാടിയിട്ടുള്ള എൻ്റെ വരികളാണ്. അതില്ല ഇതിൽപ്പെട്ട് പാടി, ഇതിൽപ്പെട്ട് ഇനി പാടും. ഇല്ല ഞാനില്ല. അങ്ങനെ ഒരുപാട് പേര് പാടി. അപ്പൊ ഈ പടത്തില് ഒരു കൂട്ടം താരങ്ങൾ ഒരുമിച്ച് പാടി എന്നുള്ളത് വളരെ സന്തോഷമുള്ളൊരു കാര്യമാണ്. എന്ത് തന്നെയാണെങ്കിലും ഒരുപാട് സംസാരിപ്പിച്ച് ദീർഘിപ്പിക്കുന്നില്ല. സിനിമ തീർച്ചയായിട്ടും ഹിറ്റാവും, പാട്ടുകളും എല്ലാം ഹിറ്റാവും. എല്ലാം വളരെ നന്നായി വരട്ടെ എന്ന് മാത്രം പ്രാർത്ഥിക്കുന്നു. വലിയ സന്തോഷം ഇവിടെ ഇങ്ങനെ നിൽക്കുമ്പോൾ. ഈസ്റ്റ് കോസ്റ്റ് വിജയൻ സാറിൻ്റെ ഒരു സിനിമയിൽ ആദ്യമായിട്ടാണ് പാട്ട് എഴുതുന്നത് എങ്കിലും ജീവിതത്തിൽ ആദ്യമായിട്ട് പാട്ട് എഴുതിയത് ഈസ്റ്റ് കോസ്റ്റിന് വേണ്ടിയിട്ടാണ്, ഒരു ആൽബത്തിൽ. അങ്ങനെയാണ് പാട്ടെഴുത്തിൻ്റെ കരിയർ തുടങ്ങുന്നത്. അതിനുശേഷം ഈസ്റ്റ് കോസ്റ്റിൻ്റെ ഒരു സിനിമയുടെ ഭാഗമായിട്ട്
ഇവിടെ വന്ന് നിൽക്കുമ്പോൾ വലിയ സന്തോഷം ഉണ്ട്. 2 പാട്ടുകൾ ഇതിൽ ചെയ്യാൻ പറ്റി. രഞ്ജിൻ്റെ മ്യൂസിക്കിൽ വിജയൻ സാറിൻ്റെ നിർദ്ദേശത്തിൽ 2 പാട്ട് ചെയ്യാൻ പറ്റി. നന്നായി വരും എന്ന് പ്രതീക്ഷിക്കുന്നു. ഭീഷ്മരും നന്നായി വരും എന്ന് പ്രതീക്ഷിക്കുന്നു. ആ പാട്ടുകളും സിനിമയും ഒരുപോലെ സ്വീകരിക്കപ്പെടട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. എല്ലാ ആശംസകളും. യെസ് സർ. വളരെ സന്തോഷം. ഒരുപാട് വർഷങ്ങളായി, കാൽനൂറ്റാണ്ട് കാലമായി ഞങ്ങൾ തമ്മിലുള്ള ബന്ധം, ഈസ്റ്റ് വെസ്റ്റ് വിജയം ഞങ്ങൾ തമ്മിലുള്ള ബന്ധം. ഒത്തിരി പാട്ടുകൾ എൻ്റേത് ചെയ്തിട്ടുണ്ട് ഈസ്റ്റ് വെസ്റ്റ്. ഗംഭീരമാണ് എന്ന് ഞാൻ പറയുന്നില്ല, പക്ഷേ ആ കമ്പനി കൊണ്ട് എൻ്റെ പാട്ടുകൾ മിതാദ് സന്ധ്യ എന്ന പേരിൽ വിദേശത്ത് പരിപാടി കൂടി ആ ആൽബത്തിൻ്റെ പേരിൽ നടത്തിയിട്ടുണ്ട്. മാത്രമല്ല മലയാളത്തിലെ ആദ്യത്തെ മ്യൂസിക് ആൽബം എന്നുള്ള നിലയിലാണ് മിതാദ് ഇറക്കിയത്. ഇന്നിപ്പോൾ മൂവിയിലേക്കും എൻ്റെ പാട്ടെടുത്തതിൽ വളരെയധികം സന്തോഷം ഹൃദയത്തിൻ്റെ അകത്തു നിന്ന് രേഖപ്പെടുത്തുകയാണ്. നമസ്കാരം. ആദ്യമായി തന്നെ ഇങ്ങനൊരു വേദിയിൽ നിൽക്കാൻ പറ്റിയതിൽ ഒരുപാട് സന്തോഷം. താങ്ക് യു വിജയൻ സർ ആൻഡ് രഞ്ജിൻ ചേട്ടാ. ഈസ്റ്റ് കോസ്റ്റ് എന്ന് പറയുന്നത് നിങ്ങളെല്ലാവരെയും പോലെ തന്നെ എൻ്റെ ഒരു ചൈൽഡ്ഹുഡ് മെമ്മറിയാണ്, നൊസ്റ്റാൾജിയാണ്. സോ ഞാൻ ഇഷ്ടപ്പെടുന്ന ഇപ്പോഴും പ്ലേലിസ്റ്റിലുള്ള ഒരുപാട് പാട്ടുകൾ ഈസ്റ്റ് കോസ്റ്റിൻ്റെ ഉണ്ട്. സോ ഞാൻ ഒരിക്കലും എക്സ്പെക്റ്റ് ചെയ്തതല്ല ഈസ്റ്റ് കോസ്റ്റിൻ്റെ ഒരു സോങ്, അതും ഇരട്ടി മധുരം എന്ന് പറയാം, 2 സോങ്സ് പാടാൻ അവസരമുണ്ടായി ഭീഷ്മർ എന്ന ഈ സിനിമയിൽ. അതിലെനിക്ക് ഏറ്റവും കൂടുതൽ നന്ദി പറയേണ്ടത് ഇതിൻ്റെ മ്യൂസിക് ഡയറക്ടർ രഞ്ജിൻ ചേട്ടനോടാണ്. നമുക്കറിയാം വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള മെലഡീസ് അദ്ദേഹം മലയാള സിനിമയ്ക്ക് തന്നിട്ടുള്ള ഒരാളാണ്. സോ ഈ പാട്ടുകൾ ഞാൻ പാടിയത് എന്തെങ്കിലും നന്നായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഫുൾ ക്രെഡിറ്റ്സും രഞ്ജിൻ ചേട്ടനാണ്. അദ്ദേഹം തന്നെ വളരെ നല്ലൊരു സിംഗറാണ്. സോ ഒരുപാട് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് രഞ്ജിൻ ചേട്ടൻ. താങ്ക് യു സോ മച്ച്. ആൻഡ് വിജയൻ സാർ ആണെങ്കിലും പാടുന്ന ടൈമിലും റെക്കോർഡിംഗ് ടൈമിലും ഒക്കെ വിജയൻ സാർ ഉണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഇൻപുട്സും എക്സ്പ്രഷൻ വൈസും ഓരോന്ന് എങ്ങനെ ഇമ്പ്രൂവ് ചെയ്യാം എന്നുള്ളതൊക്കെ വളരെ ഒരു നല്ല ലേണിംഗ് എക്സ്പീരിയൻസ് ആയിരുന്നു. ആൻഡ് വേദിയിൽ ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും സ്റ്റാർ സ്ട്രക്ക് എന്ന് തന്നെ പറയാം. എല്ലാവരെയും കണ്ടതിൽ, എൻ്റെ പ്രിയപ്പെട്ട താരങ്ങൾ എല്ലാവരെയും കണ്ടതിൽ ഒരുപാട് സന്തോഷം. താങ്ക് യു സോ മച്ച്. ഭീഷ്മർ ഒരു വലിയ ഹിറ്റ് തന്നെ ആവട്ടെ. പാട്ടുകളും എല്ലാവരും കേൾക്കുക. താങ്ക് യു സോ മച്ച്. താങ്ക് യു. രഞ്ജിൻ ഇത് ട്രാക്ക് പാടിയ ചോയ്സ് ആയിരുന്നു, എനിക്ക് ഇഷ്ടപ്പെട്ടുകൊണ്ട് വെച്ചതാണ്. രഞ്ജിൻ്റെ അല്ല, എൻ്റെയാണ് തീരുമാനം. തീർച്ചയായിട്ടും രഞ്ജിൻ ഇത് ട്രാക്ക് പാടി ഒരാഴ്ച വോയിസ് ആയിരുന്നു. അപ്പോൾ ഇത് കേട്ടപ്പോൾ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. അതുകൊണ്ടാണ് ഈ മറ്റേ പാട്ട് വേറൊരാളെ പാടിയായിരുന്നത് പോലും നിങ്ങൾക്ക് തന്നെ അത്രയും എനിക്ക് ഇഷ്ടപ്പെട്ടുണ്ടാണ്. താങ്ക് യു സോ മച്ച് സർ. മീൻസ് എ ലോട്ട്. 2 പാട്ടുകളാണ് സാറ് പറഞ്ഞതുപോലെ അനില ഈ ചിത്രത്തിൽ നമുക്ക് വേണ്ടി പാടിയിരിക്കുന്നത്. മാത്രമല്ല ഇന്നത്തെ ഒരു ഓഡിയോ ലോഞ്ച് ഞങ്ങൾ തുടങ്ങുന്നത് ഒരു ഗണേശ സ്തുതിയോടെ ആയിരുന്നു. അത് ആലപിച്ചത് നിങ്ങൾ കണ്ടില്ല എങ്കിൽ പോലും മറവിലിരുന്നത് ആലപിച്ചത് ഞങ്ങൾക്ക് വേണ്ടി ഞങ്ങളുടെ കമ്പോസർ കൂടിയായ രഞ്ജിൻ രാജ് ആയിരുന്നു. അപ്പം വിജയൻ സാറിൻ്റെ വലിയ തീരുമാനമായിരുന്നു രഞ്ജിൻ തന്നെ അത് ആലപിച്ച് നമ്മുടെ ഇന്നത്തെ ഓഡിയോ ലോഞ്ച് തുടങ്ങണമെന്ന്. താങ്ക് യു സോ മച്ച് രഞ്ജിൻ ഫോർ ദാറ്റ്. നല്ലൊരു കയ്യടി എടുക്കുന്നു. ഞങ്ങളുടെ ബാക്കിയുള്ള മ്യൂസിക് ടീമിലെ എല്ലാ ഡിഗ്നിറ്ററീസിനോടും സീറ്റഡ് ആകാൻ താഴ്മയായി അപേക്ഷിക്കുന്നു. താങ്ക് യു സോ മച്ച്. ഇനി ഞങ്ങളുടെ ഇന്നത്തെ ഈ ഒരു ഇവന്റിൽ ഏറ്റവും ഒരു പിവറ്റൽ ആയിട്ടുള്ള ഒരു മൊമെന്റിലേക്ക് ഞങ്ങൾ കടക്കുകയാണ്. മറ്റൊന്നുമല്ല, 2ാമത്തെ ഗാനം നിങ്ങൾക്ക് മുന്നിൽ ഞങ്ങളിവിടെ അനാവരണം ചെയ്തു കഴിഞ്ഞു.